നമസ്കാരം. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന പാർലമെന്റ് സമ്മേളനവും പൂർത്തിയായി. രാമക്ഷേത്ര നിർമ്മാണം ചർച്ച ചെയ്യാനാണ് ഇന്നലെ അവസാനിക്കേണ്ടിയിരുന്ന സമ്മേളനത്തെ ഇന്നത്തേക്ക് നീട്ടിയത് എന്ന് മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തി. കോൺഗ്രസ് ഉൾപ്പെടെ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ ചർച്ചയിൽ പങ്കെടുത്തതിലുള്ള വിയോജിപ്പും ലീഗ് പ്രകടമാക്കി. അതേസമയം ഭാരത് രത്ന പുരസ്കാരം സംബന്ധിച്ച ചർച്ചയ്ക്ക് കീഴ്വഴക്കം തെറ്റിച്ച് രാജ്യസഭാധ്യക്ഷൻ അനുമതി നൽകിയതിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ അതൃപ്തി രേഖപ്പെടുത്തി. എന്നാൽ 21ാം നൂറ്റാണ്ടിൽ ഇന്ത്യക്ക് ശക്തമായ അടിത്തറ നൽകേണ്ട പരിഷ്കാരങ്ങളാണ് സർക്കാർ കഴിഞ്ഞ 5 വർഷം കൈക്കൊണ്ടത് എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ അവകാശവാദം. നൂറ്റാണ്ടുകളായി ജനങ്ങൾ കാത്തിരുന്ന നിരവധി കാര്യങ്ങൾ പൂർത്തിയാക്കിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അവസാന സഭയും പിരിയുമ്പോൾ എന്നതാണ് ഇലക്ഷൻ ചാനൽ പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇലക്ഷൻ ചാനലിൽ എന്നോടൊപ്പം ചേരുന്നത് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ മനു ഭരത്താണ്. മനു, ഈ സമ്മേളന കാലയളവിൽ അപ്രതീക്ഷിതമായ ചില നീക്കങ്ങൾ ഉണ്ടാകുമോ? പ്രത്യേകിച്ച് ചില മന്ത്രിമാർ ഉൾപ്പെടെ ഈ ഏകീകൃത സിവിൽ കോഡ് ഞങ്ങൾ ഉടൻ നടപ്പിലാക്കും എന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബില്ലുകൾ അപ്രതീക്ഷിതമായി സഭയിൽ വന്നേക്കുമോ എന്ന് പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം സംശയമുണ്ടായിരുന്നു. അതൊന്നും സംഭവിച്ചില്ല. എന്നാൽ രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയിലേക്ക് വന്നു എന്നുള്ളതാണ്. അത് ഒരു രാഷ്ട്രീയ വിഷയമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. അങ്ങനെ സംഭവ ബഹുലമായ 5 വർഷത്തെ സഭാ സമ്മേളനങ്ങൾക്ക് ഇന്നത്തേത് കൂടി പരിസമാപ്തിയാവുകയാണ്. പൊതുവെ എങ്ങനെയാണ് ഈ കാലയളവിനെ വിശേഷിപ്പിക്കേണ്ടത്? അഭിലാഷ് സൂചിപ്പിച്ച ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവർ വോട്ട് ചെയ്യുന്ന പ്രതിനിധി ചിലപ്പോൾ ഒരു പക്ഷേ സർക്കാരിൻ്റെ ഭാഗമാകില്ല. പക്ഷേ കൂട്ടായ ജനാധിപത്യത്തിൽ എല്ലാവരുടെയും ശബ്ദങ്ങൾക്ക് ഒരു പ്രാധാന്യമുണ്ടാകുമെന്ന് കരുതി ആണ് നമ്മൾ ഒരു പക്ഷേ കേന്ദ്രത്തിൽ ഭരണത്തിലില്ലാത്ത ഒരു പാർട്ടിയുടെ കൂടി സ്ഥാനാർത്ഥികളെയൊക്കെ വിജയിപ്പിക്കുന്നത്. അപ്പോൾ ഈ തവണത്തെ നമ്മുടെ പാർലമെൻറ്റിലെ ലോക്സഭയുടെയും രാജ്യസഭയുടെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ വളരെ ആശ്ചര്യം ജനിപ്പിക്കുന്നതാണ്. മൊത്തം 217 സിറ്റിങ്ങുകളാണ് ലോക്സഭയിൽ നടന്നിട്ടുള്ളത്. ഒന്ന് ഓർത്തു നോക്കൂ, 1952-57 കാലഘട്ടത്തിലെ ആ മന്ത്രിസഭ 677 സിറ്റിങ്ങുകളാണ് നടത്തിയിരുന്നത്. ഇപ്പൊ അത് രാജ്യസഭ 271 ആയിരിക്കുന്നു, ലോക്സഭ 217 ആയിരിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയ ഒരു 6th ലോക്സഭ നമ്മുടെ ജനതാ സർക്കാരിന്റെ കാലയളവിൽ ഉണ്ടായിരുന്നു. അത് 1977 മുതൽ 79 വരെ നടന്ന ആ സഭ. അതിൽ പോലും 267 സിറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അടൽ ബിഹാരി വാജ്പേയിൻ്റെ 88 സിറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. അടൽ ബിഹാരി വാജ്പേയിയുടെ ഏറ്റവും കുറഞ്ഞ സമയം ഉള്ള ഒരു 13 മാസത്തെ ഒരു ഇതുണ്ടായിരുന്നു. അതിൽ പോലും 88 സിറ്റിങ്ങുകൾ ഉണ്ടായി എന്നതാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രാഥമികമായി ഇതിൻ്റെ കണക്കുകൾ നിരാശപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള ബജറ്റ് സെഷനിൽ നമ്മൾ നോക്കിയാൽ 345 മണിക്കൂർ സഭ പ്രവർത്തിച്ചു, 387 മണിക്കൂർ സഭ പ്രവർത്തിച്ചില്ല. അത് ഈ സഭ പ്രക്ഷുബ്ധമായതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രവർത്തനങ്ങൾ നടന്നില്ല എന്നാണ്. പക്ഷേ ആത്യന്തികമായി ഇവരെല്ലാം പറയുന്നത് നമുക്ക് 100% അറ്റൻഡൻസ് അല്ലെങ്കിൽ 100% ക്രിയേറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റി സഭയ്ക്കുണ്ടായി. 6-7 സെഷനുകളിൽ മുഴുവൻ ആളുകൾ പങ്കെടുക്കുന്ന ഒരു 7 സെക്ഷനിൽ 100% പ്രാതിനിധ്യമുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നൊക്കെയാണ്. പക്ഷേ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇത് വളരെ ഗൗരവപൂർവ്വം വീക്ഷിക്കണം. 2019-24 നമ്മൾ 331 സിറ്റിംഗ് നടത്തി, അതിന് മുന്നേ 356 സിറ്റിംഗ് നടത്തി. അപ്പോൾ ഇതിങ്ങനെ കുറഞ്ഞു വരികയാണ്. 677 നിന്ന് അത് കുറഞ്ഞ് 217 എത്തിയിരിക്കുന്നു എന്നതാണ്. എന്തായാലും നമ്മൾ ഇന്ന് ഈ പരിശോധിക്കുന്നത് 17ാം ലോക്സഭാ നടപടികൾക്ക് സമാപനമാകുമ്പോൾ ഇന്ന് സഭയിൽ നടന്ന പ്രധാനപ്പെട്ട വാദപ്രതിവാദങ്ങൾ എന്തൊക്കെയായിരുന്നു, സംഭവവികാസങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്.
തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രസംഗം അതൊരു വിടവാങ്ങലിന് തുല്യമാകുന്ന പ്രസംഗമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലെത്തുമെന്ന വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് BJP ഈ പാർലമെന്റ് സമ്മേളനത്തിന് തിരശീല വീഴ്ത്തിയത്. അവിടെ പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞത് എന്നാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഈ 5 വർഷം കൊണ്ട് സർക്കാരിന് സാധിച്ചു. അത് പരിഷ്കരണം, പ്രകടനം, പരിവർത്തനം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. മനു, പ്രധാനമന്ത്രി ഇപ്പോൾ ഒരു അടുത്ത ഒരു 5 വർഷത്തേക്കുള്ളൊരു ടേം വെച്ചല്ല അദ്ദേഹം പലപ്പോഴും സംസാരിക്കുന്നത്. അതെ, നമുക്ക് കാണാൻ കഴിയും ഒരു വികസിത രാജ്യമായി ഇന്ത്യയെ ഒരു ഡെവലപ്ഡ് കൺട്രിയാക്കി മാറ്റുന്ന ഒരു കാലയളവ് 2047 വരെ ഉള്ളൊരു പീരീഡിനെ കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്നും അത് ആവർത്തിച്ചു. അടുത്ത 25 വർഷം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ നിമിഷങ്ങളാണ് ഇത്. പിന്നെ സ്വാഭാവികമായും ആ പ്രയോഗങ്ങളുണ്ടല്ലോ, എക്സ്പിരേഷൻസ്, എക്സ്പെക്ടേഷൻസ്, ഡ്രീം എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ അദ്ദേഹം ഇന്ന് നടത്തിയിരിക്കുന്നു. റിഫോം, ട്രാൻസ്ഫോം, പെർഫോം എന്ന അദ്ദേഹത്തിൻ്റെ പഴയ പ്രയോഗം ഇന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. അങ്ങനെ ഒരുപക്ഷെ ഈ പ്രസംഗത്തിൽ പോലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വളരെ സുദീർഘമായൊരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. സർക്കാരിൻ്റെ നേട്ടങ്ങൾ എന്ന തരത്തിൽ പലതും എണ്ണി പറയുന്നു. അതേപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ലോക്സഭാ സ്പീക്കറെ വലിയ തോതിൽ അന്ന് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ലതായിരുന്നു എന്ന് പ്രശംസിച്ചു. മായാത്ത ചിരിയൊക്കെയുണ്ട്, സഭയെ ക്ഷമയോടെ നിയന്ത്രിച്ചു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് ഇന്ന് അവസാനിപ്പിച്ചു. പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഇഷ്ടം പോലെ സസ്പെൻഷൻ അടിച്ചു കൊടുത്തൊരു സ്പീക്കർ കൂടിയാണ്. അതെ. ഏതായാലും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ചില ആളുകളെ, പ്രതിപക്ഷത്തുള്ള ആളുകളെ എല്ലാം ഒപ്പം ഇരുന്ന് അവർക്കൊപ്പം ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഇതിന്റെ അപ്പൊ അവസാന നിമിഷം അത് പരമാവധി മനോഹരമാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതെ, റൈറ്റ്. എന്തായാലും ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ പ്രധാനമന്ത്രി നല്ലൊരു വാഗ്മി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം, പ്രത്യേകിച്ച് ഹിന്ദി ഭാഷയിലുള്ള പ്രസംഗം, അത് അതിമനോഹരമാണ്. സഭയ്ക്കകത്താണ് എങ്കിലും പുറത്താണ് എങ്കിലും. മനു, ഒരുപക്ഷെ ഇന്ന് ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കരുതി ഈ സാവധാനം തുടങ്ങി അവസാനം ഒരു കൂട്ടപ്പൊരിച്ചിലേക്ക് പോകുമെന്ന്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. പൊതുവെ വൈകാരികമായ വളരെ ശാന്തമായ ഒരു പ്രസംഗമായിരുന്നു. അതിൽ അദ്ദേഹം വീണ്ടും പറഞ്ഞത് നിരവധി തലമുറകൾ കാത്തിരുന്ന തീരുമാനങ്ങളാണ്. അതായത് ഈ 5 വർഷത്തെ പരിഷ്കരണത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഊന്നിപ്പറഞ്ഞത് നിരവധി തലമുറകൾ കാത്തിരുന്ന തീരുമാനങ്ങളാണ് ലോക്സഭ എടുത്തത് എന്നുള്ളതാണ്. അതും പ്രധാനപ്പെട്ടതാണല്ലോ മനു. അതെ, ഇപ്പോൾ BJP ജനങ്ങൾക്ക് മുന്നിൽ ഈ തെരഞ്ഞെടുപ്പിൽ വെക്കാൻ പോകുന്നൊരു പ്രധാന വിഷയം ആർട്ടിക്കിൾ 370 റദ്ദാക്കാൻ എത്രയോ മുമ്പ് നമുക്ക് കഴിയുമായിരുന്നു. പക്ഷേ അതിന് ഒരു ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ ഉണ്ടായില്ല. ഇതാണ് ഇനിയിപ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ നടപ്പിലാക്കേണ്ട പല കാര്യങ്ങളും. അതാണ് അദ്ദേഹം പറഞ്ഞത്. പതിറ്റാണ്ടുകളായി ജനങ്ങൾ കാത്തിരിക്കുന്ന പലതും നടപ്പിലാക്കി. അതുപോലെ തന്നെ സുപ്രധാനമായൊരു വിഷയമാണ് വനിതാ ബില്ല്. സ്വാഭാവികമായും ഈ വനിതാ ബില്ല് തീർച്ചയായും നമുക്ക് ആ ഡീറ്റെയിൽ കൂടി ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ആയിരുന്ന തീരുമാനങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഫുൾ സ്ക്രീനിൽ കണ്ടത്. നമുക്ക് സ്വാഭാവികമായും അത് അടുത്ത വീഡിയോ വാളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആർട്ടിക്കിൾ 370 തൽക്ഷണ മുത്തലാഖ്, വനിതാ സംവരണം, അല്ലേ? അതെ. മാത്രമല്ല അദ്ദേഹം G20 കൂടി എടുത്ത് ഇന്ന് പരാമർശിക്കുകയും ചെയ്തു. അപ്പോൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടി. അപ്പം നമ്മളുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു ലോകത്തിന് മുന്നിൽ ഒരു അവസരം എന്ന തരത്തിൽ അദ്ദേഹം അതിനെ ഉയർത്തി കാണിച്ചു. ഇതാകട്ടെ മറ്റു പല നേതാക്കളും പാർലമെന്റിന് പുറത്തും കോൺഗ്രസിന് ഇതുപോലെ അവസരങ്ങൾ കിട്ടിയിരുന്നു. ഫോർ എക്സാമ്പിൾ അന്ന് നടന്ന ഗെയിംസ്, അതിൽ കോമൺവെൽത്ത് ഗെയിംസ്. പക്ഷേ ആ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഭാഗമായി നമുക്ക് പിന്നീട് വലിയ അപമാനമാണ് ഉണ്ടായതെന്നും, കാരണം അത് വലിയ അഴിമതിയാണ് അതിൻ്റെ ഭാഗമായി ഉണ്ടായത്. അഭിലാഷിനൊക്കെ ഓർമ്മയുണ്ടാവും, അന്ന് കൽമാടിയൊക്കെ ഇത് സംബന്ധിച്ച പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന് പകരം G20 എന്നൊരു ഗ്ലോബൽ പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടിയപ്പോൾ അത് ഇന്ത്യയുടെ പ്രശസ്തിയും ഇന്ത്യയുടെ കഴിവുമൊക്കെ ഉയർത്തി കാണിക്കുന്നതിന് പ്രയോജനപ്പെടുത്തി എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ഒരു വാദം. ഏതായാലും 2-3 വിഷയങ്ങൾ ഇത് അവസാനത്തിൽ പാർലമെന്റിന്റെ അവസാന നിമിഷങ്ങളിൽ പോലും
ഈ സാമ്പത്തികാവസ്ഥ, വികസനം, അയോധ്യ, 3 വിഷയങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർ പ്രചരണത്തിന് ഇറങ്ങുമെന്ന സൂചനയാണ് ഇപ്പൊ നമുക്ക് പാർലമെന്റിൽ നിന്ന്. ഈ മനു, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രധാനപ്പെട്ട വിഷയം തീവ്രവാദം എന്നുള്ളതായിരുന്നു. അത് നമുക്കറിയാം. ആ കാലഘട്ടത്തിൽ ഉറി, പത്താൻകോട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ ജമ്മു കാശ്മീരിൽ 40-ലധികം ധീര ജവാന്മാർക്ക് വിട പറയേണ്ടി വന്ന ഒരു സാഹചര്യം. അതൊക്കെ വലിയ തോതിൽ ചർച്ചയായ ഒരു വർഷമായിരുന്നു, അല്ലെങ്കിൽ കാലഘട്ടമായിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിന്റെ അവസാന ദിനവും ഈ ഭീകരതയുമായി ബന്ധപ്പെട്ട വിഷയം പ്രധാനമന്ത്രി ഊന്നിക്കാണിക്കുകയുണ്ടായി. മനു, അതെ, ഭീകരതയ്ക്ക് എതിരെ കർശനമായ ഒരു നടപടി സ്വീകരിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു. അത് ഈ ദേശസുരക്ഷയും BJP ഒരു വലിയ ഇലക്ഷൻ അജണ്ടയാണ്. അതുകൂടിയാണ് ഇതിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ ദേശസുരക്ഷ എന്നത് ഭീകരതയ്ക്കെതിരെ ശക്തമായ നിയമങ്ങളുണ്ടാക്കി ഇരകൾക്ക്, അത് ഇത്തരം ഭീകരതയുടെ ഇരയാകുന്നവർക്ക് അത് ആശ്വാസവും ആത്മവിശ്വാസവും ഒരുപോലെ നൽകും. അങ്ങനെ വരുമ്പോൾ ഈ തീവ്രവാദം കുറച്ചു കാലങ്ങൾ കൊണ്ട് തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം, തീവ്രവാദത്തെ പൂർണ്ണമായി തുടച്ചു നീക്കാൻ കഴിയും എന്ന ആ ഒരു പ്രതീക്ഷയും അദ്ദേഹം ഈ പ്രസംഗത്തിൽ മുന്നോട്ട് വെച്ചിരുന്നു. റൈറ്റ്. എന്തായാലും അവസാന ദിവസത്തേക്കാണ് പ്രാൺ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചർച്ച സഭയിലേക്ക് കരുതി വെച്ചത്. പ്രാൺ പ്രതിഷ്ഠ എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി വലിയ നേട്ടമാകും, ആയുധമായി മാറുന്നു എന്നുള്ളതാണ്. അടുത്ത തെരഞ്ഞെടുപ്പിന്റെ കളമൊരുക്കിയിട്ടുള്ളത് തന്നെ അയോധ്യ ക്ഷേത്രത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പ്രാൺ പ്രതിഷ്ഠ ഇന്ന് സഭയുടെ ചർച്ചയ്ക്ക് വരുന്നു. അവിടെ മനു, ഈ മുസ്ലിം ലീഗിന് വലിയ വിയോജിപ്പുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ചിരുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ളവർ അടക്കമുള്ളവർ ഈ ചർച്ചയിൽ നിന്ന് മാറി നിൽക്കും എന്നുള്ളതാണ്. കോൺഗ്രസ് അടക്കം പങ്കെടുത്തതിൽ വലിയ അതൃപ്തിയും മുസ്ലിം ലീഗ് രേഖപ്പെടുത്തി. പക്ഷേ അത് ഈ കോൺഗ്രസിന് പ്രാൺ പ്രതിഷ്ഠയെ അങ്ങനെ തള്ളിക്കളയാനാകില്ല. കാരണം മാത്രമല്ല, അയോധ്യയിൽ കോടതി വിധി കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നു. പക്ഷെ BJP ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, പ്രാൺ പ്രതിഷ്ഠ അത് ഒരു വലിയ വിഷയമാക്കി ഒരു വശത്ത് ഉയർത്തുന്നു. ഇനി നോക്കൂ, അടുത്തൊരു വലിയ സംഭവം വരാനിരിക്കുകയാണ്. ഫെബ്രുവരി 14 അബുദാബിയിലെ ആദ്യത്തെ ക്ഷേത്രം വരികയാണ്. അവിടെ ഈ പിന്നെ ഒരു പ്രമുഖ സ്വാമി മഹാരാജിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ബാബ്സ് ക്ഷേത്രം, അത് പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി അതും ഒരു വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറും. ഇതൊക്കെ ഒരു വിശ്വ ഹിന്ദു ജയം എന്ന തരത്തിലേക്കാണ് ഇതിനെ, ഒരു ഗ്ലോബൽ കോണ്ടസ്റ്റിൽ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഹൈന്ദവ സംസ്കാരത്തിന്റെ ഒരു വികാസം ഉണ്ടാകുന്നു എന്ന തരത്തിലാണ് പ്രധാനമന്ത്രി അതിനെയൊക്കെ ഉയർത്തിക്കാണിക്കുന്നത്. ഇതൊക്കെ തെരഞ്ഞെടുപ്പിലൊരു മോദി തരംഗം ഉണ്ടാക്കും എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ ഇന്നിപ്പോൾ പല ആളുകളും പിന്നെ അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ BSP പോലുള്ള പാർട്ടികളിൽ നിന്നുള്ളത്. കാരണം ഇന്ത്യ ഷൈനിങ് ഒക്കെ ഒരു കാലത്ത് ഇതുപോലെ വലിയ തരംഗമാണ് എന്ന് പ്രതീക്ഷിച്ചതാണ്, പക്ഷേ അത് ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം അവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ ബച്ചാ സൻവാസി അക്ഷർ പുരുഷോത്തം സ്വാമി നാരായണ സംസ്ഥ എന്ന ഈ ബാബ്സ് ക്ഷേത്രം, അത് ഒരു അടുത്ത ദിവസങ്ങളിൽ വലിയ ചർച്ചയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും മനു സൂചിപ്പിച്ചതുപോലെ ഈ പ്രാൺ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്നത് അങ്ങേയറ്റം ശ്രമകരമായ ഒന്നാണ്. കാരണം ഉത്തരേന്ത്യയിലെ വലിയൊരു വിഭാഗവും ഹൈന്ദവ വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിന് പോകാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇത്തരം പ്രാൺ പ്രതിഷ്ഠ പോലെ അയോധ്യ ക്ഷേത്രത്തെയൊക്കെ രാഷ്ട്രീയമായ ആയുധമാക്കി മാറ്റുന്നതിനോട് വിയോജിപ്പുണ്ട് എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട് ഇന്ന്. അതുകൊണ്ട് തന്നെ ആ ചർച്ചയിൽ കോൺഗ്രസ് ഭാഗമായി എന്നുള്ളതാണ്. ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നില്ല. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ പല രാഷ്ട്രീയ പാർട്ടികളും ആ ചർച്ചയുടെ ഭാഗമായി. അതിൽ കോൺഗ്രസിന്റെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് പ്രതിപക്ഷ നിരയിൽ നിന്ന് MP ഗൗരവ് ഗൊഗോയ് ആയിരുന്നു. അതോടൊപ്പം തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതായത് കോൺഗ്രസ് പറയുന്നത്, നമുക്ക് അടുത്ത കാർഡിലേക്ക് പോകുമ്പോൾ അത് വ്യക്തമാകും, കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നത് സുപ്രീം കോടതി വിധിയെ കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം രാജ്യത്തിന്റെ പരമോന്നത കോടതിയാണ് ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. ആ കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുണ്ട്, പക്ഷേ രാഷ്ട്രീയ ആയുധമാക്കരുത്. ആ നിലപാട് തന്നെയാണല്ലോ ഇന്നും മനു കോൺഗ്രസ് സ്വീകരിച്ചത്. അതെ, ഇന്ന് കുറെ കൂടി കടന്നവർ പറഞ്ഞു, ഇപ്പോൾ രാമരാജ്യം എന്ന ഒരു സങ്കല്പം, രാമരാജ്യം എന്ന് പറയുന്ന എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാലഘട്ടമാണ് രാമരാജ്യം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പിന്നോക്ക വിഭാഗക്കാർക്കെതിരെ, ദളിതർക്കെതിരെ ഒക്കെ ആക്രമണം നടക്കുന്ന ഒരു സാഹചര്യം വർദ്ധിക്കുന്നു. അപ്പൊ കുറ്റകൃത്യങ്ങളും തൊഴിലില്ലായ്മയും വർദ്ധിക്കുന്നു എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ BJP അതിന് വേണ്ട രീതിയിലുള്ള, അപ്പൊ ആ ഒരു വിമർശനത്തെ ഒരു വശത്ത് രാമരാജ്യത്തെ ഉൾക്കൊള്ളുകയും അയോധ്യയെ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ആ രാമരാജ്യം, അതായത് ഈ
സുപ്രീം കോടതി വിധി അംഗീകരിക്കുമ്പോൾ തന്നെ രാമരാജ്യം എന്നത് ഇതാണോ എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. സുപ്രീം കോടതിയെ വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായി കുറ്റകൃത്യങ്ങളും തൊഴിലില്ലായ്മയും ഈ രാജ്യത്ത് വർദ്ധിക്കുകയാണ് എന്ന ആക്ഷേപം ഈ ചർച്ചയുടെ ഭാഗമായി കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നു. അത് വളരെ ഊന്നിപ്പറഞ്ഞുകൊണ്ട്, അതായത് രാമരാജ്യം എന്നത് ഇതല്ല എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു. അങ്ങനെയാണ് ആ ചർച്ചയിലേക്ക് കോൺഗ്രസ് കടത്തിവിട്ടത് ഈ വിഷയത്തെ. അതെ, സ്വാഭാവികമായും അപ്പോൾ അത് കോൺഗ്രസിന് അറിയാലോ. ഇപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉത്തരേന്ത്യയിൽ ഇതിന് രാമരാജ്യത്തെ തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ രാമക്ഷേത്രത്തെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാട് അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അതിനെ അംഗീകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ച് അതേസമയം ദളിത് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ളൊരു അക്രമത്തെ പ്രധാനമായും ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തി അത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കും എന്നതാണ് പറയുന്നത്. ഏതായാലും ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിലാണ്. അതിനെ മറികടന്നതാകട്ടെ ഇപ്പോൾ BJP അതിനെ മറികടന്നത് രാമക്ഷേത്രത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് ചർച്ച ചെയ്യണം എന്നതുൾപ്പെടെയുള്ള നിലപാട് മറ്റ് ശിവസേന പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന NDAയോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉൾപ്പെടെയൊക്കെ സ്വീകരിക്കേണ്ടി വരുന്നുണ്ട്. കാരണം പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നായിരുന്നല്ലോ രാമക്ഷേത്രം. അപ്പോൾ ഈ അതേസമയം ഇപ്പോൾ ഈ ഏറ്റവും കുടുങ്ങി നിൽക്കുന്നതിൽ ശിവസേന ഉദ്ധവ് വിഭാഗമാണ്. അപ്പോൾ ഈ ഉദ്ധവ് വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ രാമക്ഷേത്രത്തിന് വേണ്ടി പോരാടിയിട്ടുള്ളവരാണ്. ഇപ്പോൾ ശിവസേന UBT വിഭാഗം രാമക്ഷേത്രത്തിന് വേണ്ടി പോരാടിയിട്ടുള്ളത്. അപ്പോൾ പ്രിയങ്ക ചതുർവേദി ഇന്ന് വലിയ ഒരു പ്രസ്താവനയുമായൊക്കെ രംഗത്തെത്തിയത് രാമക്ഷേത്രം പ്രധാനപ്പെട്ടതാണ്, പക്ഷെ അതിനെ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുത്തേണ്ട, അത് രാഷ്ട്രീയത്തിന് പുറത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാമെന്നൊക്കെ. അപ്പം അതുകൂടാതെ തന്നെ പ്രിയങ്ക ചതുർവേദി എന്ന സർക്കാരിനെതിരെ ശക്തമായ നിലപാട്. അപ്പോൾ ഒരുപക്ഷെ ഇനി ഇത് പാച്ചാകില്ല, ഇവർ തമ്മിലുള്ള ആ ഒരിക്കലുണ്ടായ ഒരു സ്പർദ്ധ അത് ഇനി സാധ്യമാണോ എന്നൊക്കെയുള്ള സംശയങ്ങളുള്ള തരത്തിൽ അവരുടെ ഒരു പ്രതികരണം കൂടി എന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ആ പ്രിയങ്ക ചതുർവേദിയുടെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. तो ये दुर्भाग्यपूर्ण है। और रही पॉलिसीज़, जो पॉलिसीज़ हमने देखी नोटबंदी से लेकर जिस तरीके से GST का काम हुआ है, इम्प्लीमेंटेशन हुआ है, जहाँ पे छोटे कारोबारी पे और रेगुलेशन बढ़ा है, तो ये दुखदाई है। तो अगर ये 10 साल का अपने कार्यकाल का इतिहास बताएं और काम बताएं और फिर 5 साल आगे की जनता के बीच जाएं तो ज़्यादा ठीक रहेगा. രാഷ്ട്രീയം മാറ്റി നിർത്തി ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ കൂടി രാമക്ഷേത്രത്തിന് അപ്പുറത്തേക്ക് ചർച്ച ചെയ്യണം എന്ന ആവശ്യം ശിവസേന മുന്നോട്ട് വയ്ക്കുകയാണ്. ശിവസേനയാണ് ഒരു കാലത്ത് BJPയേക്കാൾ വളരെ ശക്തമായി രാമക്ഷേത്രത്തിന് വേണ്ടി വിഭജിച്ച് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഷിൻഡെ വിഭാഗവും ഉണ്ടല്ലോ. എന്തായാലും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ സമ്മേളന കാലയളവിൽ ഉണ്ടായത് സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം ഇറക്കി എന്നുള്ളതാണ്. അത് ആകട്ടെ ഈ UPA സർക്കാരിനെ കൃത്യമായി കുറ്റപ്പെടുത്തുന്ന ഒന്നായി മാറിയിരുന്നു. 2004 മുതൽ ഉള്ള രാജ്യം നേരിടുന്ന സാമ്പത്തിക സ്ഥിതിയായിരുന്നു പ്രധാനമായും പറഞ്ഞു വെച്ചത് മനു. അതെ, ഈ സാമ്പത്തിക ഇവർ പറഞ്ഞത്, പക്ഷേ ഇതിന് മുന്നേ ഉള്ളൊരു സർക്കാരും ഈ നിലവിലുള്ള സർക്കാരും തമ്മിലുള്ള ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചും മറ്റ് സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചും ഒക്കെയുള്ളൊരു കണക്കുകൾ പുറത്തുവിടുമെന്നാണ്. ഏതായാലും ധവളപത്രം മുന്നോട്ട് വച്ചിരിക്കുന്നു. അത് പ്രതിപക്ഷം അതിൽ വലിയ ശക്തമായ ഒരു എതിർപ്പ് രേഖപ്പെടുത്തി. അത് 2004 കാര്യവും അതിന് മുന്നത്തെ കാര്യം പറയുന്നതിന് പകരം ഈ UPA സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതായിരുന്നു അഭികാമ്യം എന്ന് പറഞ്ഞു. അതേസമയം ജോൺ ബ്രിട്ടാസ് അദ്ദേഹം ഇപ്പോൾ പാർലമെന്റിൽ വലിയ ശക്തിയായി നല്ല രീതിയിൽ പ്രതിഷേധം അദ്ദേഹത്തിന്റെ രാജ്യസഭാ അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് ബ്രിട്ടാസിനെ പോലെ ആകണം മറ്റംഗങ്ങൾ, ചർച്ചയിലൊക്കെ നിങ്ങൾ സജീവമാകണം എന്ന് പറയുന്നു. എന്തൊക്കെ രാഷ്ട്രീയ എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ സഭകൾ ക്രിയേറ്റീവായി ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ കേരളത്തോട് കാണിക്കുന്ന വിവേചനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവുകയാണ് എന്ന നിലപാട് ജോൺ ബ്രിട്ടാസ് സ്വീകരിക്കുമ്പോൾ അത് വലിയ കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ടല്ലേ മനു? കാരണം ഒരു ഭാഗത്ത് ധനമന്ത്രി തന്നെ കഴിഞ്ഞ 10 വർഷം എന്താണ് ലഭിച്ചത്, അതിനു മുമ്പ് 10 വർഷം എന്താണ് ലഭിച്ചത്, 100-200% അല്ലേ വർധനവാണ് വരുത്തുന്നത് എന്ന് പറയുന്നു. അപ്പോൾ തിരിച്ചുള്ള ചോദ്യം ചോദിക്കുന്നു, കേരളത്തിൽ നിന്ന് എത്രയാണ് സർക്കാരിന് ലഭിച്ചത് എന്ന് ചോദ്യം ചോദിക്കുന്നു. അങ്ങനെ
ജനങ്ങൾ എന്തായാലും വലിയ കൺഫ്യൂഷനിലാണ് ഇപ്പോഴും. അതെ, സ്വാഭാവികമായും നമുക്ക് ഏറ്റവും അധികം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയിട്ടുള്ള സംസ്ഥാനങ്ങളാണ് ബംഗാളും പിന്നെ കേരളവും. പിന്നെ ഇത് പലപ്പോഴും ഇപ്പോൾ ഏറ്റവും അധികം പണം ആർക്കെങ്കിലും നികുതി വിഹിതം പോകുന്നു എന്നത് ഒരിക്കലും അത് പിന്നെ ഒരു പാർട്ടിയോ ആര് ഭരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എന്തായാലും ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരു പ്രത്യേകമായ ഒരു മാനദണ്ഡത്തിന്റെ ഒരുപാട് മാനദണ്ഡം നിർണ്ണയിക്കുന്ന ഘട്ടത്തിൽ അതിന് വേണ്ടി ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്യാതെ നമ്മൾ പിന്നീട് അത് സർക്കാരിന്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ചെന്ന് പ്രതിഷേധിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് സംശയമില്ല. പക്ഷേ ഏതായാലും ജോൺ ബ്രിട്ടാസ് അദ്ദേഹം പിന്നെ ഒരു മാധ്യമപ്രവർത്തകനാണല്ലോ. സ്വാഭാവികമായും അദ്ദേഹത്തിന് മറ്റൊന്ന് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷ വളരെയധികം ശക്തമായി കൈകാര്യം ചെയ്യുന്നതായിരുന്നു. മാത്രമല്ല അദ്ദേഹം JNU നിന്ന് അദ്ദേഹം PhD എടുത്തു എന്ന് മാത്രമല്ല എൻ്റെ ക്ലാസ്മേറ്റിന്റെ കീഴിലാണ് അദ്ദേഹം PhD എടുത്തത്. ഡോക്ടർ ബിജു, അദ്ദേഹം അവിടെ പൊളിറ്റിക്കൽ സയൻസിൽ ഡിപ്പാർട്ട്മെന്റിൽ ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ പഠിച്ചാണ്. അദ്ദേഹം ഇപ്പോൾ പിന്നെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അപ്പോൾ ജോൺ ബ്രിട്ടാസ് ഞങ്ങൾക്കൊക്കെ മുന്നേ സീനിയർ ആയിരുന്നു അവിടെ. അദ്ദേഹം അവിടെ പിന്നെ MPhil കഴിഞ്ഞ് പോവുകയും ഇപ്പം അദ്ദേഹം ഡോക്ടർ ബിജുവിൻ്റെ കീഴിൽ വീണ്ടും തൻ്റെ PhD പൂർത്തീകരിച്ചു. അപ്പോൾ ആ ഒരു ഭാഷാ വൈഭവം ഞാൻ പറഞ്ഞു വന്ന ആ ഭാഷാ വൈഭവം ആ JNU നിന്ന് അദ്ദേഹം ആർജിച്ചിട്ടുള്ള ആ ഒരു ഡിബേറ്റിംഗ് സ്കിൽ അതാണ് അവിടുത്തെ ഒരു പ്രധാനമായ. അതായത് മനോഭരത്തിനും അത്തരം അവസരങ്ങളുണ്ട്, അതുകൂടിയാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു വയ്ക്കുന്നത്. ഏതായാലും എനിക്കൊരു പ്രത്യേക രാഷ്ട്രീയ ചേരിയിലല്ലാത്തതുകൊണ്ട് സാധ്യത കുറവായിരിക്കും. എന്തായാലും ഞാൻ പറയുന്നത് ആ JNU മാധ്യമപ്രവർത്തനായിരുന്നല്ലോ. അതെ, ഒരു ഡിബേറ്റിംഗ് സ്കിൽ അദ്ദേഹം പാർലമെന്റിൽ വളരെ ശക്തമായി അദ്ദേഹം ഉന്നയിക്കുകയൊക്കെ ചെയ്തു. നമുക്ക് സമയപരിമിതി മൂലമാണ് ഈ സഭയുമായി ബന്ധപ്പെട്ട അവസാന ദിവസങ്ങളിലേക്ക് കടന്നപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ ആണ് ഈ ഇലക്ഷൻ ചാനൽ പരിശോധിച്ചത്. ഇത് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ ഇതൊരു തെരഞ്ഞെടുപ്പ് വർഷത്തിലെ അവസാന ദിവസവും ആണ് കഴിഞ്ഞു പോയത് എന്നതുകൊണ്ട് തന്നെയാണ് ഇതിനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തേണ്ടത്. ഒപ്പം നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ കൂടി ഇലക്ഷൻ ചാനൽ അവസാനിക്കുന്നതിന് മുമ്പ് പങ്കുവെക്കുകയാണ്. അത് ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവർത്തന ഫണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രവർത്തന ഫണ്ട് കണ്ടെത്തുക എന്നത് വളരെ മുതിർന്ന നേതാക്കൾക്ക് സാധ്യമാകുന്ന, നമ്മൾ പലപ്പോഴായി ഇലക്ഷൻ ചാനലിൽ കോൺഗ്രസിൻ്റെ ചില നേതാക്കളെക്കുറിച്ചൊക്കെ, കമൽനാഥിനെ പോലെയുള്ള ചില നേതാക്കളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് സമാഹരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞിരുന്നു. ഇതാ ഇനി പരിശോധിക്കുന്നത് ഇലക്ഷൻ ചാനൽ ഇതുമായി ബന്ധപ്പെട്ട ചില ഡേറ്റകളാണ്. ആ ഡേറ്റ അനുസരിച്ച് BJPക്ക് 2022-23 കാലയളവിൽ ലഭിച്ച സംഭാവന എന്നത് 2120 കോടി രൂപ ആണ് എന്നുള്ളതാണ്. മനു, അതിൽ 1300 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട്സ് ആയിട്ടാണ്. ഇപ്പം നമുക്ക് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 10,000, 10,000, 1 ലക്ഷം, അതുപോലെ 10 ലക്ഷം, 1 കോടിയുടെ ഒക്കെ. അപ്പോൾ ഈ ബോണ്ടുകൾ വാങ്ങിച്ച് നമുക്ക് പാർട്ടികൾക്ക് സംഭാവന ചെയ്യാം. അപ്പോൾ അത് കുറെ കൂടി സുതാര്യമായ ഒരു സംഭാവന. അതായത് അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ബാങ്ക് ത്രൂ ആണ്, കള്ളപ്പണമായി കാണിക്കില്ല. അങ്ങനെയൊക്കെയുള്ള കള്ളപ്പണം നൽകാനോ അത് വെളുപ്പിക്കാനോ ഒന്നും രാഷ്ട്രീയ പാർട്ടികൾ കൂട്ടുപിടിക്കില്ല. അതെ. അപ്പോൾ 1300 കോടി രൂപയാണ് അത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ചിരിക്കുന്നത്. മൊത്തം കോൺട്രിബ്യൂഷൻസ് എന്ന് കാണിച്ചത് 2120 കോടി രൂപയാണ്. പലിശ ഇനത്തിലും ഒരു തുക പിന്നെ BJPക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഏതാണ്ട് 237 കോടി രൂപയാണ് പലിശ ഇനത്തിൽ അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വലിയൊരു സമ്പന്നമായ ശക്തമായ ഒരു പാർട്ടിയാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ നമ്മൾ കാണേണ്ടത് കോൺഗ്രസിന്റെ BJPക്ക് 1300 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടുമ്പോൾ കോൺഗ്രസിന് 171 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടുന്നത്. അത് കഴിഞ്ഞ വർഷം 236 കോടിയായിരുന്നു. അത് കുറഞ്ഞ് താഴേക്ക് വന്നിരിക്കുന്നു. ഇനി മൊത്ത വരുമാനം നമുക്ക് 2022-23 2360.8 കോടി, 2021-22 അത് 1917 കോടി ആയിരുന്നു എന്നുള്ളതാണ്. മനു സൂചിപ്പിച്ചതുപോലെ എന്തായാലും കേരളത്തിലും BJPയുടെ ഒരു ലക്ഷറി ബിൽഡിംഗ് വരാൻ പോകുന്നുണ്ട്. അതിന് ബുദ്ധിമുട്ടില്ല. അതെ, കണക്കുകൾ നോക്കുമ്പോൾ കോൺഗ്രസിനേക്കാൾ 7 ഇരട്ടി സംഭാവനകളാണ് BJPക്ക് കിട്ടുന്നത് എന്ന് പറയുന്നു. മാത്രമല്ല, പക്ഷേ ഇതിൽ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ വേറെ രസകരമായ ഒരു കണക്ക്, ഈ പ്രൊപ്പഗാൻഡയ്ക്ക് ചെലവാക്കുന്ന പണം ഈ വർഷം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കുക, അതൊക്കെ 2021-21 അത് 117 കോടിയാണെങ്കിൽ അത് 78 കോടിയായി ചുരുങ്ങിയിട്ടുണ്ട്. ഇതിൽ പിന്നെ ഒരു കുറെ കൂടി ഒരു ഡെവലപ്മെന്റ് എന്ന നിലയിൽ വന്നിട്ടുള്ളൊരു വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ ഇലക്ഷൻ ചാനൽ എന്ന നിലയിൽ പറയാണ്, നമ്മുടെ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം നല്ല രീതിയിൽ
കൂടുന്നു എന്ന് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കുന്നു. ശരി. ഏതാണ്ട് 43.1 കോടി വനിതാ വോട്ടർമാർ വന്നിരിക്കുന്നു എന്ന് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കുന്നു. ശരി. അതുപോലെ ഈ യങ് വോട്ടേഴ്സിന്റെ എണ്ണവും 2 കോടിയിലെ അധികം യങ് വോട്ടേഴ്സ് വന്നതിന്റെ കണക്കുകൾ പുറത്തു വന്നിട്ട്, അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രധാനമായും സ്ത്രീകളും യുവാക്കളും ഒക്കെ വലിയ പങ്ക് വഹിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. അവിടെ നമുക്ക് കോൺഗ്രസിന്റെ കൂടി കണക്കൊന്ന് വളരെ പെട്ടെന്ന് പരിശോധിച്ചാൽ 22-23 BJPക്ക് 2360 കോടിയാണ് എങ്കിൽ ഇലക്ട്രൽ ബോണ്ട്, അതിൽ ഇലക്ട്രൽ ബോണ്ട് വഴി 1300 കോടിയായിരുന്നു എങ്കിൽ കോൺഗ്രസിന് ലഭിച്ചത് കേവലം 171 കോടി രൂപയാണ്. 2021-22 236 കോടി രൂപയാണ്. ഈ മനു, ഡൽഹിയിലെ പുതിയൊരു ആസ്ഥാനം കോൺഗ്രസ് പണിയെടുപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി, അത് പൂർത്തീകരിക്കാനായില്ല. അതിനുശേഷമാണ് BJP പണി തുടങ്ങിയത്, അത് പൂർത്തിയാവുകയും അതിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ വലിയ പ്രതിസന്ധിയുണ്ട് കോൺഗ്രസിന്. അത് ഈ തെരഞ്ഞെടുപ്പ് വലിയ തോതിൽ ഇപ്പോൾ ഒരു പണം അതിലൊരു വലിയ വിഷയമാണ്. ഇപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിൻ പഴയ പോലെ എളുപ്പമല്ല. അത് സാമ്പത്തികമായ ഒരു ശക്തിയാകാൻ കൂടി കഴിയുന്നത് പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കുറെ കൂടി കരുത്തു പകരും എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഒട്ടനവധി വിഭാഗങ്ങളിലേക്ക് പ്രചരണം എത്തേണ്ടതുണ്ട്. കാരണം പുതിയ വോട്ടർമാർ വരുന്നു, സ്ത്രീകൾ കൂടുതൽ വോട്ടിങ്ങിലേക്ക് വരുന്നു, 100 വയസ്സിന് മുകളിലുള്ളവരുടെ വോട്ടിങ്ങും ഉണ്ട് കേട്ടോ, വലിയൊരു ശതമാനം അതുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ 80 വയസ്സിന് മുകളിലുള്ളവരുടെയൊക്കെ കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും അങ്ങനെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്താൻ വലിയ, അതാണ് മാറുന്ന കാലഘട്ടമാണ്. പുതിയ ടെക്നോളജിയെ അടക്കം പരമാവധി പ്രയോജനപ്പെടുത്താനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 17ാം ലോക്സഭയുടെ അവസാന സമ്മേളനം ഇന്ന് പൂർത്തിയായിരിക്കുകയാണ്. ഇനി അടുത്ത പാർലമെന്റ് സമ്മേളനം നടത്താൻ പോകുന്നത് പുതിയ സർക്കാർ ആയിരിക്കും. അതായത് പൊതു തെരഞ്ഞെടുപ്പ് പൂർത്തിയായി പുതിയ സർക്കാർ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം. ദ ഇലക്ഷൻ ചാനൽ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി കാട്ടാനയുടെ